എൻ്റെ രണ്ടാമത്തെ പെങ്ങളെ ചുങ്കത്തർക്ക് കെട്ടിച്ചു. 2000 2000 അല്ല 1999 2000 ആ സമയത്താണ്. ഏതായാലും പിന്നെ അമ്മായി മത്സരക്കാർ ഉണ്ടാവില്ല, സ്വാഭാവികം. പെങ്ങളെ കെട്ടിച്ചു 2099 മറ്റോ ആണ്. അപ്പോൾ ഈ പിന്നെ അമ്മായിമ്മ സൽക്കാരത്തിന് വന്നപ്പോൾ ഒരു സ്ത്രീ ഉണ്ട് അവരുടെ കൂട്ടത്തിൽ. ആ സ്ത്രീ പിന്നെ വന്നിട്ട് എന്നോട്, അമ്മായിമ്മ സൽക്കാരം ഉച്ചക്കാണ്. അപ്പോൾ അവർ വന്ന് പിന്നെ അമ്മായിമ്മ സൽക്കാരത്തിന് വന്നാലൊരു മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഒരുവിടെ പെരിയിലുണ്ടാവുമല്ലോ. ആദ്യം ചായ കൊടുക്കും, പിന്നെ ഒരു തൊടുകൂടിയൊക്കെ നടക്കും, പിന്നെ ചോറ് കൊടുക്കും, പിന്നെ ഒരു പോകുള്ളൂ. അപ്പോൾ കുറഞ്ഞ നേരം അവിടെ കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ ഏതായാലും അവിടെ ഉണ്ടല്ലോ. അപ്പോൾ ഈ സ്ത്രീ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഞാൻ അമ്മായിമ്മ സൽക്കാരം കരുതി വന്നതല്ല, ഞങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ്. എന്ത് ചോദിച്ചു? എനിക്കൊരു പരീക്ഷ ഉണ്ട് ഉസ്താദേ അടുത്ത ആഴ്ച, അതിന് നിങ്ങൾ ഉത്തരം പറഞ്ഞു തരണം. ഉത്തരം എഴുതി കൊടുക്കാനാണ്, ജയിക്കാനാണ്. അപ്പം എന്താ പരീക്ഷ എങ്ങനെ? അപ്പോൾ പറഞ്ഞു, ഇത് അങ്ങനത്തെ പരീക്ഷ അല്ല, ഞാനൊരു ഖുർആൻ ക്ലാസ്സിന് പോകുന്നുണ്ട് ചുങ്കത്ര. അപ്പോൾ അവിടുന്ന് തന്ന പരീക്ഷയാണ്, നിങ്ങൾക്ക് ആരോടും ചോദിച്ച് ഉത്തരം എഴുതാന്ന് ഒരു പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ അടുത്ത് തന്നു, നിങ്ങൾ ഉത്തരം എങ്ങനെ പറഞ്ഞു തന്നാൽ മതി, ഞാൻ എഴുതിക്കോളാം, നിങ്ങൾ അതൊന്നും തരികയാണ്. അത് വാങ്ങിയിട്ട് നോക്കുമ്പോൾ ആദ്യത്തെ ചോദ്യം, ഖുർആൻ ഓതുന്നതോ മങ്കൂസ് മൗലൂദ് ചൊല്ലുന്നതോ നല്ലത് എന്നാ ആദ്യത്തെ ചോദ്യം. ഇത് പക്ക സുന്നി പെണ്ണാണ്. ഞാൻ എന്ത് ചെയ്തു, കുറച്ച് അത് ഇതൊക്കെ പറഞ്ഞു കൊടുത്താണ്ട് അതിൻ്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തോ, നിങ്ങളേതായാലും ഭക്ഷണം കഴിക്കി, ഞാൻ ഇതൊന്ന് നോക്കട്ടെ തരാട്ടോ. ഞാൻ വേഗം ഒരു ഓട്ടോറിക്ഷക്കാരനെ കൂട്ടി എടക്കര പോയി. അന്ന് മൂത്തടുത്ത് ഈ ഫോട്ടോ സ്റ്റാറ്റില്ല. എടക്കര പോയിട്ട് വേഗം എന്ത് ചെയ്തു, ഫോട്ടോ സ്റ്റാറ്റ് എടുത്തു. എന്നിട്ട് ഞാൻ പിറ്റേന്ന് രാവിലെ PP സ്ഥാനം പോയി കണ്ടു. മനസ്സിലായില്ല, നമ്മളെ PP മുഹമ്മദ് ഫൈസി, അള്ളാഹു ഒരു ദർജ കൊടുക്കട്ടെ. സുന്നത്യമായതിന് വേണ്ടി ഇത്ര അധ്വാനിച്ച മനുഷ്യന്മാരല്ല, അത്രയും വലിയ മനുഷ്യനായിരുന്നു PP ഉസ്താദ്. മനസ്സിലായില്ല നിങ്ങൾക്ക്? PP പോയി കണ്ടു. PP ഉസ്താദേ ഇങ്ങനെ സംഭവം ഉണ്ടായി, ഇതാണ് സാധനം, നമ്മൾ എന്താ ചെയ്യാം? അപ്പോൾ പറഞ്ഞു, ഞമ്മക്കും ഉണ്ടാക്കാം വേഗം. നിങ്ങൾ ഏതായാലും ഇത് ഇവിടെ കൊണ്ടുവന്നല്ലോ, ഇത് ആറ്റാക്കാൻ്റെ അടുത്ത് നാളെ കൊണ്ടേ കൊടുത്താളേ. ഒരു കോപ്പി പടി എടുക്കുക, ഒരു കോപ്പി ആറ്റാക്കും കൊടുക്കുക, ഒരു കോപ്പി നിങ്ങൾ കയ്യിൽ മുക്കി. നിങ്ങളൊന്ന് പറയും, നിങ്ങൾ പറഞ്ഞിട്ട് വരി, എന്നിട്ട് ആറ്റാക്ക് എന്താ പറഞ്ഞാൽ അതും ഇന്നോടൊന്ന് പറയും, ബാക്കി നമുക്ക് നോക്കാറുള്ളൂ. അങ്ങനെ ഞാൻ പാണക്കാട് പോയി ആറ്റാക്കാൻ ചെന്നു. ആറ്റാക്കാക്ക് കൊടുത്തു. അതൊക്കെ വിഷയം വളരെ ഗൗരവമാണ്. പെണ്ണുങ്ങളൊക്കെ ഇപ്പോൾ വാപ്യം, അവിടെ എന്തെങ്കിലും കാര്യം ചെയ്തേ മതിയാകുമാറും. അപ്പോൾ ആറ്റാക്ക പറഞ്ഞു, ആയിക്കോട്ടെ ഞാൻ ഒന്ന് കൂടി ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ PP-നോടൊക്കെ കൂടി ആലോചിക്കാമെന്ന് പറഞ്ഞു. അന്ന് ആറ്റാക്ക സുന്നി വൻ സംഘത്തിൻ്റെ ജില്ലാ പ്രസിഡന്റും PP ഉസ്താദ് സെക്രട്ടറി, ഓർമ്മയില്ല ആ കാലം, അതാണ് ആ കാലം. ഞാൻ തിരിച്ചു വന്ന് PP ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദ് ഞാൻ ആറ്റാക്കനെ കണ്ടിരുന്നു, ആറ്റാക്കൊക്കെ ഞാൻ കോപ്പി കൊടുത്തിട്ടുണ്ട്, ആറ്റാക്ക നിങ്ങളെ കാണാമെന്ന് പറഞ്ഞു. നന്നായി അറിയാം, ഞാൻ ഇന്ന് വൈകുന്നേരം വീട്ടിൽ പോകുമ്പോൾ അവിടെ ഇറങ്ങിക്കോളാറുള്ളൂ. അതേ ഒരു മുഖലിസായ മനുഷ്യനാണ്. കാര്യം ഇത് മുഴുവൻ മുമ്പിലും ബേജാറായിപ്പോയി. അയിമന്നുണ്ടാക്കിയത് ആ ഖുർആൻ ക്ലാസ് അരീക്കോട് എന്നെ ഏൽപ്പിച്ചു. എന്തുകൊണ്ട്? അത് വാബിയർ നാടാണ്. മനസ്സിലായില്ല? 10 സ്ഥലത്തോ 20 സ്ഥലത്തോ അന്ന് തുടങ്ങി അരീക്കോട് എന്നെ ഏൽപ്പിച്ചു. റഹ്മത്തുള്ള അരീക്കോട് കോഴിക്കോട്ടെയാണ്. ആറ്റാക്കന്നെ പറഞ്ഞു. എന്തുകൊണ്ട്? അവിടെ കുറച്ച് പിന്നെ നേരത്തെ ഖുർആൻ ക്ലാസ് പോയവരുമൊക്കെ ഉള്ള ആളുകളാണ്. അപ്പം എന്തെങ്കിലും വിശ്വാസാക്കണ ചോദ്യം ചോദിച്ചാൽ അവിടെ നല്ലത് റഹ്മത്തുള്ള കോഴിക്കോട്ടെയാണ്. അങ്ങനെയാണ് നമ്മൾ അരീക്കോട് ക്ലാസ് തുടങ്ങുന്നത്. നിങ്ങൾക്ക് അറിയില്ലേ സംഭവങ്ങളൊക്കെ? മനസ്സിലാവുണ്ട് പറഞ്ഞത്? ഇതൊക്കെ നടന്ന് നിങ്ങൾക്കൊക്കെ അറിയണ കാര്യമാണ്. അപ്പം നമ്മൾ എല്ലാം ലാസ്റ്റാ പോയത്, നമ്മളൊന്നും ചെയ്തില്ല.